ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു 1-2 ആഴ്ചത്തെ ബ്രേക്കിന് ശേഷം ഞാൻ നിങ്ങളെ വെറുപ്പിക്കാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്, ആക്ച്വലി ഞാൻ വ്ളോഗിങ് തുടങ്ങിയപ്പോൾ തൊട്ട് എന്നോട് കുറേ പേര് ജസ്റ്റ് കിഡിങ്, കുറേ പേരൊന്നുമില്ല, പക്ഷെ 2-3 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുമെന്ന്. ആക്ച്വലി ഞാൻ സ്കിൻ കെയർ അങ്ങനെ എന്താ പറയുക, ഒരു റൂട്ടീൻ ഒന്നും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല. ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ആഗ്രഹത്തിനേക്കാളും കൂടുതൽ മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു പാക്ക് എന്തെങ്കിലും ഇടാണ്. അപ്പോൾ ഞാൻ ഏതാണ് പാക്ക് ഇടുക? സോ എനിക്ക് എൻ്റെ അടുത്ത് 1-2 നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പാക്കൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അതിനേക്കാളും ഹോം മെയ്ഡ് പാക്ക് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാക്ക് ഇടാന്ന് പറഞ്ഞിട്ട് എന്ത് ബേസ്ഡ് പാക്കാണ് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കത്തിയത് ഈ കിച്ചണിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് കോഫി. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും എൻ്റെ യൂട്യൂബൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഷാഹിദ് ഭയങ്കര ഒരു കാപ്പി ഫാനാണ്. ഈ വീട്ടിൽ തന്നെ ഒരു 5-6 ടൈപ്പ് കോഫീസ് ഉണ്ട്. അപ്പോൾ ഒരു കാപ്പി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ആസ് യൂഷ്വൽ എല്ലാവരും സ്കിൻ കെയർ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ഞാനും ഈ സാധനം ഇടാൻ പോവുകയാണ്. നമ്മളൊരു സ്കിൻ കെയർ ആകുമ്പോൾ ഇത് മസ്റ്റ് അല്ലേ, അങ്ങനെ ഞാൻ ഇതിടുകയാണ് ഗൈസ്. ഇപ്പോഴാണ് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പറഞ്ഞത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കേർഡ് ഇടാം. ഓക്കെ, ഞാൻ ഇത്രയും കേർഡാണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ തൈരിലേക്ക് ഇനി കാപ്പിപ്പൊടി ആഡ് ചെയ്യാൻ പോകുന്നു. മതിയോ? നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ക്ലെൻസിങ് സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പം ഞാൻ പോയിട്ട് ഇതുകൊണ്ട് മുഖം കഴുകിയിട്ട് വരാം, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. സോ ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യലാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ വേറെ ചെറിയ പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാന്ന് പറയില്ലേ, നമ്മൾ ഈ ആവി പിടിക്കുക, ബേസിക്കലി അതാണ് ഐഡിയ. അപ്പോൾ ഈ ആവി പിടിക്കുന്ന സമയത്ത് നമ്മളുടെ മുഖത്തത്തെ പോഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ അത് പെട്ടെന്ന് കുറച്ചുകൂടി എന്താ പറയുക, നന്നായിട്ട് ക്ലീൻ ആവാനും. അപ്പോൾ ആദ്യം ഞാൻ ആവി പിടിക്കട്ടെ, അതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ പാത്രത്തിൽ ആവി മൊത്തം ആവാഹിച്ചെടുത്തു. നമ്മളുടെ സ്കിൻ ഏകദേശം സ്ക്രബ് ചെയ്യാൻ റെഡിയാണ്. നമുക്ക് സ്ക്രബ് സാധനം ഉണ്ടാക്കാം. സോ സ്ക്രബ് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഓക്കെ, ഈ പഞ്ചസാര എന്നാണ് നമുക്ക് ഒരു തരി വരുന്നത്, സ്ക്രബിലൊക്കെ കിട്ടുന്ന തരി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ. അയ്യോ, എണ്ണ കൂടി. ഓക്കെ, ഇതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്, തേൻ. അപ്പോൾ നമ്മുടെ സ്ക്രബിനുള്ള പ്രോഡക്ട്സ് ഞാൻ ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്യും. സോ എൻ്റെ സ്ക്രബ് റെഡിയായി. നിങ്ങൾ എപ്പോഴും സ്കിന്നിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫേസ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സർക്കുലർ മോഷനിൽ വേണം നമ്മുടെ ചീക്സിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ആക്ച്വലി വെളിച്ചെണ്ണ കുറച്ച് കൂടുതലാണ്, ഇല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ ഒട്ടി നിൽക്കേണ്ടതാണ് നമ്മുടെ സ്കിന്നിൽ. സോ നമ്മൾ ഏകദേശം 2 to 3 minutes നമ്മളിത് സ്ക്രബ് ചെയ്യണം നമ്മുടെ സ്കിന്നിൽ. സോ നമ്മൾ സ്ക്രബ് ചെയ്തത് അധിക നേരം വെക്കണമെന്നില്ല, ഇതും ഒരു 2 to 3 minutes ഒക്കെ നമ്മൾ മുഖത്ത് വെച്ചാൽ മതി. സോ ഞാനിപ്പോൾ ഒരു ഏകദേശം 3-4 minute ആയി വെക്കുന്നു. അപ്പോൾ ഞാൻ പോയി കഴുകിയിട്ട് വരാം. ഞാൻ പറയാൻ പറഞ്ഞു, ഇതൊക്കെ കഴുകുമ്പോൾ നിങ്ങൾ സോപ്പൊന്നും ഇടരുത് കേട്ടോ, ഇത് വെറുതെ കഴുകിയാൽ മതി. സോ ആസ് യു ക്യാൻ സീ, ഞാൻ മുഖം കഴുകി. ചെറിയൊരു എണ്ണയുടെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ കുറച്ച് കൂടിപ്പോയി, വെളിച്ചെണ്ണ. അങ്ങനെ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു. ഇനി നമ്മൾ പാക്ക് ഇടാൻ പോവാണ്. അതിൻ്റെ മുന്നേ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, തണുത്ത വെള്ളം, ലൈക്ക് ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ ഓക്കെ, ഐസ് വാട്ടർ ഇല്ലെങ്കിൽ ഇഫ് പോസിബിൾ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളൂ. അടുത്ത നമുക്ക് പാക്ക് ഇടാം. ആദ്യം കേർഡ് എടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് കസ്തൂരി മഞ്ഞൾ ആക്ച്വലി. അടുത്ത നമ്മുടെ മെയിൻ താരം കാപ്പി ഏകദേശം ഇത്ര ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മിക്സിലേക്ക് കുറച്ച് തേൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാനിത് അപ്ലൈ ചെയ്യട്ടെ. സോ നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യരുത്, കഴുത്തിൽ എപ്പോഴും അപ്ലൈ ചെയ്യണം. നമ്മളുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും അത് നമ്മുടെ കഴുത്തിനും കുറച്ച് അപ്ലൈ ചെയ്യണം. ഇപ്പം എൻ്റെ ഫേസ് ഏകദേശം കവറായിട്ടുണ്ട്, ബാക്കിയുള്ള ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മളുടെ പാക്ക് അപ്ലൈ സക്സസ്ഫുള്ളി കഴിഞ്ഞു. സോ ഇത് നമുക്ക്
എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് വരെ നമുക്ക് വെക്കണം. വേണമെങ്കിൽ നമുക്കൊരു ഹാഫ് ആൻ അവർ വരെയൊക്കെ കൊണ്ടുപോകും, അതിനപ്പുറം വെക്കണ്ട. അഗൈൻ ഞാൻ പറയുന്നുണ്ട്, ഈ പാക്ക് ഒന്നും നമ്മളെ വെളുപ്പിക്കാനോ നമ്മളെ സ്കിൻ ടോൺ ബ്രൈറ്റൻ ചെയ്യാനുള്ളതല്ല. ഇത് തേച്ചിട്ട് വെളുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആരും എന്നോട് വന്നിട്ട് പരാതി പറയരുത്. സോ നമുക്കൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. ഐ എം ബാക്ക്. പിന്നെ ഞാൻ ഏകദേശം അരമണിക്കൂറായി ഈ പാക്ക് മുഖത്തും കയ്യിലൊക്കെ ഇട്ടിട്ട്. കുറച്ച് ഉണക്കം തട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ആക്ച്വലി ഒന്നും ഇടാതെ വെറും വെള്ളം കൊണ്ട് കഴിയാൻ മതി പറഞ്ഞില്ലേ. അപ്പോൾ ഈ മഞ്ഞളുടെ കളർ ഇനിയിപ്പോൾ അഥവാ നിൽക്കണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കടലമാവ് ഉപയോഗിച്ചിട്ട് എനിക്ക് മുഖം കഴുകണം. അപ്പോൾ ഞാൻ പോയി മുഖം കഴുകി വന്നിട്ട് എൻ്റെ മനോഹരമായ മുഖം നിങ്ങൾക്കൊക്കെ കാണിച്ചു. ഓക്കെ ബൈ. യെസ്, ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. സോ ആക്ച്വലി നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് കടലമാവാണ് ഇട്ടത്. ഇപ്പോൾ ഫ്രഷ് ആയി ചെറിയൊരു മഞ്ഞ കളർ അവിടെ എൻ്റെ കയ്യിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ പുറത്തൊന്നും പോകുന്നില്ല. ബട്ട് ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എന്താ പറയുക, നല്ല സുഖമുണ്ട് സ്കിൻ നമുക്ക് തൊടുമ്പോഴൊക്കെ. ബേസിക് പാക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് ബാക്കിയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകണം. സോ ഇത് തണുത്ത വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ജസ്റ്റ് വെറുതെ മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാം. ഇതെന്തിനാ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചുടുവെള്ളം കൊണ്ട് നമ്മളുടെ മുഖത്തെ പോർസ് ഒക്കെ ഓപ്പൺ ചെയ്തില്ലേ. അപ്പോൾ ഈ തണുത്ത വെള്ളം കൊണ്ട് കഴുകുമ്പോൾ ഈ പോരൊക്കെ ക്ലോസ് ആയിട്ട് സ്കിന്ന് ഭയങ്കര ടൈറ്റ് ആവും. സോ യെസ്, ഞാൻ മുഖം കഴുകി കഴിഞ്ഞു. നല്ല സുഖമുണ്ട്. അങ്ങനെ നമ്മുടെ പാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിർത്താം. പക്ഷെ ഞാൻ സാധാരണ പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫേസ് മാസ്ക് ഇടാറുണ്ട്. നിങ്ങൾക്ക് ഷീറ്റ് മാസ്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി യൂസ് ഷീറ്റ് മാസ്ക്. ഞാൻ ഇത് മിനീസോന്ന് വാങ്ങിച്ചതാണ്. ആക്ച്വലി ഹോം മെയ്ഡ് ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സാധനമായിരിക്കും ഹോം മെയ്ഡ് അല്ലാതെ വരുന്നത്. നിങ്ങൾക്ക് ആ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബേസിക് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നിങ്ങൾക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാം. ഷീറ്റ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മുഖം കഴുകരുത്. ദെൻ ദർ ഈസ് നോ പോയിന്റ്. ബേസിക്കലി ഇതിന് മൊത്തം സിറമാണ്. അത് നമ്മൾ കഴുകി കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ ഇതൊരു 15 to 20 മിനിറ്റ്സ് വെക്കാനാണ് ഒരു പറയുന്നത്. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ്സ് ആയിട്ട് നിങ്ങളെ കാണാം. സോ യെസ്, ഒരു 10-20 മിനിറ്റ് ആയി ഇത് വെച്ചിട്ട്. ആസ് യു ക്യാൻ സീ എൻ്റെ മാസ്ക് ഇപ്പോൾ മൊത്തം മഞ്ഞ കളർ. സീറം ഒന്ന് മുഖത്തേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇപ്പോൾ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയി, എന്താ പറയുക, ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയി. ഹൈഡ്രേഷൻ വന്നത് ഈ മാസ്ക് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഈ ചെയ്ത പാക്ക് കൊണ്ടൊന്നും നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ഒന്നും അതിലില്ല. പക്ഷെ മൊത്തത്തിൽ ഒന്ന് വൃത്തിയായി. കുറേ അഴുക്കുണ്ടായിരുന്നു, അതൊക്കെ പോയി. സോ ഇത്രയും പ്രോസസ്സാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇത് കഴിച്ചപ്പോൾ എനിക്ക് ആശ്വാസം. അപ്പോൾ ഈ സംഭവം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പറ്റണതല്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വീണ്ടും വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട്, വേറൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഈ സ്കിൻ കെയർ മാത്രം ചെയ്താൽ പോരാ, കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കണം. നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര സെറ്റാവും, അടിപൊളിയാവും. പിന്നെ അതുപോലെ നമ്മൾ നല്ല ഭക്ഷണം, ഇപ്പോൾ വെജിറ്റബിൾസ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും അങ്ങനെ കുറേ ഫുഡ് സപ്ലിമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ സ്കിന്നിനെ നന്നാക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്യുക. അല്ലാതെ മാസത്തിലൊരിക്കൽ ഒരു പാക്ക് ഇട്ടതുകൊണ്ട് മാത്രം ഉപകാരമില്ല. അപ്പോൾ എനിവേ വേറൊരു വീഡിയോയുടെ ഉടനെ വരാം. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ഇറ്റ് എനിക്ക് ലൈക്ക് തരൂ. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യൂ. ഇഫ് യു ഹവ് നോട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഇഫ് യു ലൈക്ക് മൈ ചാനൽ കണ്ടന്റ്, ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. I'll see you in another video. Bye bye.